കേരള സർക്കാർ ഫിഷറീസ് വകുപ്പ് കണ്ണൂർ ജില്ലയുടെ നേതൃത്വത്തിൽ ശുചിത്വ സാഗരം സുന്ദര തീരം പദ്ധതിയുടെ ഭാഗമായി കിഴുന്ന കടപ്പുറത്ത് ഏകദിന പ്ലാസ്റ്റിക് നിർമ്മാർജ്ജന യജ്ഞം നടത്തി. കൊല്ലംകോട് മുതൽ മഞ്ചേശ്വരം വരെ 590 കിലോമീറ്റർ തീരപ്രദേശത്താണ് നിർമ്മാർജ്ജന യജ്ഞം സംഘടിപ്പിച്ചത്. കടലിനെയും കടലോരത്തെയും മാലിന്യമുക്തമാക്കി സ്വാഭാവിക ആവാസ വ്യവസ്ഥ വീണ്ടെടുക്കുന്നതിനായാണ് ഇതുപോലുള്ള നിർമ്മാർജ്ജന യജ്ഞങ്ങൾ സംഘടിപ്പിച്ചത്. തൊഴിലാളികൾ, ബോട്ടുടമകൾ, സന്നദ്ധ സംഘടനകൾ, രാഷ്ട്രീയ പ്രസ്ഥാനങ്ങൾ, സർക്കാർ വകുപ്പുകൾ, വിവിധ ഏജൻസികൾ, തദ്ദേശ സ്വയംഭരണ സ്ഥാപനങ്ങൾ എല്ലാ ജനവിഭാഗങ്ങളെയും ചേർത്തുകൊണ്ട് കടലും കടൽ തീരവും പ്ലാസ്റ്റിക് മുക്തമാക്കുക എന്നതാണ് ലക്ഷ്യം. കാലത്ത് 7 മണിക്ക് ആരംഭിച്ച് 11 മണിക്ക് സമാപിക്കുമ്പോൾ നീക്കം ചെയ്യാനായത് പ്ലാസ്റ്റിക് മാലിന്യ കൂമ്പാരങ്ങളായിരുന്നു. കീഴുന്ന ബീച്ചിൽ നടന്ന നിർമ്മാർജ്ജന പരിപാടി കെ.വിനി ഉദ്ഘാടനം ചെയ്തു. ഒരു പ്ലാസ്റ്റിക് നിർമ്മാർജ്ജന യജ്ഞം എന്നുള്ള രീതിയിൽ ക്ലീൻ ചെയ്യാൻ വേണ്ടിയിട്ടാണ് നമ്മളെ കടലിന്റെ സ്വാഭാവിക ആവാസ വ്യവസ്ഥ വീണ്ടെടുക്കാൻ വേണ്ടിയിട്ട് നമ്മളെല്ലാവരും ഒന്നിച്ച് കൈകോർത്ത് ഈ പരിപാടിയിൽ പങ്കാളികളാവണമെന്ന് അഭ്യർത്ഥിക്കുകയാണ്. ആദ്യം തന്നെ എനിക്ക് പ്രത്യേകിച്ച് ഞാൻ പറയാൻ ആഗ്രഹിക്കുന്ന ഒരു കാര്യം എന്ന് വെച്ചാൽ നമ്മളെല്ലാ സ്ഥലങ്ങളും നമ്മൾ സന്ദർശിക്കുന്നത്. അപ്പോൾ ഈ കീഴ്ന്ന ഭാഗത്ത് വന്നപ്പോൾ ഏറ്റവും സന്തോഷമുണ്ടായ കാര്യം എന്ന് വെച്ചാൽ ഈ നാട്ടുകാരനെ ഇവിടെ ക്ലീൻ ചെയ്തിട്ട് നമുക്ക് ഇന്നത്തെ പരിപാടി ചെയ്യാൻ കാര്യമായിട്ട് ഒന്നുമില്ല. കാരണം അത്രയും സന്തോഷമുണ്ട്. കാരണം പയ്യാമ്പലം അങ്ങോട്ടുള്ള സൈഡിലൊക്കെയാണ് നമ്മൾ പോവുകയാണെങ്കിൽ നമുക്ക് കാണാം ഇന്ന് ഉച്ചവരെ എടുക്കാനുള്ള പണി അവിടെ ഉണ്ട്. പക്ഷെ ഇവിടെ ഈ നാട്ടുകാരെല്ലാവരും ഇത്രയും സഹകരണം വെച്ചാൽ മനസ്സ് നിറയുന്ന ഒരു അത്രയും സന്തോഷം ഈ 2-3 ദിവസമായിട്ട് എനിക്ക് ഉണ്ടായിട്ടുണ്ട്. അപ്പോൾ നമുക്ക് കൂടുതലൊന്നും ചെയ്യാനില്ലെങ്കിൽ നമുക്ക് ഇതിൻ്റെ ഭാഗമായിട്ടൊരു 1 മണിക്കൂർ നേരം ഉള്ള വേസ്റ്റുകൾ കുറച്ച് അതൊക്കെ ഒന്ന് പെറുക്കി ശുചിയാക്കി നമ്മുടെ ജനകീയ മത്സ്യകൃഷി കോർഡിനേറ്റർ കെ.പി. ദീപ സ്വാഗതം പറഞ്ഞു. കീഴുന്ന മുതൽ വട്ടക്കല്ല് വരെയുള്ള 1 കിലോമീറ്റർ കടൽ തീരം പ്ലാസ്റ്റിക് വിമുക്തമാക്കി. 60-ലധികം പേർ ശുചീകരണത്തിന്റെ ഭാഗമായി പ്രവർത്തിച്ചു. വി.സി. സുരേഷ് ബാബു, വി.കെ. മനോഹരൻ, കെ. പ്രകാശൻ, പി. സഞ്ജന, എ. പ്രണവ്, ഇ. പ്രഭാകരൻ, പി. രഞ്ജിനി, ആർദ്ര രാജ തുടങ്ങിയവർ സംസാരിച്ചു.